dears, once again welcome back. It's me Rose. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്, ഈദ് വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. നമുക്ക് വ്ളോഗ് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വ്ളോഗിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇക്കായും മോനും ഒക്കെ പള്ളിയിൽ നിന്ന് വന്നു, ഒരു ഫുഡൊക്കെ കഴിച്ചു, ഇപ്പോൾ പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി. എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. ഇവിടെ ഒരുപാട് പാവപ്പെട്ട വഴിയരികിൽ റോഡ് സൈഡിലൊക്കെ ഒരുപാട് പാവപ്പെട്ട കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ ഇരിക്കുന്നത് കാണാറുണ്ട്. ഞാൻ എപ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കൈ കൊണ്ട് ഒരു നേരത്തെ ആഹാരം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്നെന്തായാലും അത് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ബിരിയാണി സ്പെഷ്യലായിട്ട് തയ്യാറാക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഈ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ മെഹന്തി എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്നലെ രാത്രി 2 മണിക്ക് വെളുപ്പിന് 2 മണിക്ക് ഇട്ടത് കേട്ടോ. നമുക്ക് നേരെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ റൈസൊക്കെ കുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. എൻ്റെ കയ്യിൽ വലിയ ചരുവും ഇല്ലായിരുന്നു. അപ്പം ഞാൻ 2 വെട്ടായിട്ട് ഇതിനകത്താണ് റൈസ് വേവിച്ച് മാറ്റിയത്. मेहंदी दिखा? यहाँ तक लगा पर रंग नहीं आया। यहाँ नोकड़े कहीं कांचे मेहंदी कांचे तो आप ही अभी आ नहीं रही है। आप ही आएंगे शाम को बिरयानी बना के। तो जब आएंगी तब व्लॉगिंग फिर से स्टार्ट होगा। अभी बिरयानी का बनेगा। हमको ये बना ये देखो चलो അതേ മസാലയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് സാധാരണ നമ്മളെല്ലാ വട്ടവും ചിക്കൻ കറി, അതിൻ്റെ കൂടെ ഇടിയപ്പം അല്ലെങ്കിൽ അപ്പം, അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഈ വട്ടം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കറിയുടെ കൂടെ അരിപ്പുട്ടും ദോശയും ആക്കി. പിന്നെ നല്ല അടിപൊളി പായസവും തയ്യാറാക്കി. കാരണം ഇവിടെ ഈ പള്ളി പിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇക്കായുടെ ഫ്രണ്ട്സും ഒക്കെ വരും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പായസവും തയ്യാറാക്കും. അപ്പോൾ പായസമൊക്കെ ഒരു ശരീരം നിറച്ച് പായസമൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത നമ്മുടെ പരിപാടി. ഇനി അടുത്തത് ബിരിയാണി കൂടെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഓൾ സെറ്റ്. എത്ര മണിക്ക് തീരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് എത്രയും വേഗം തയ്യാറാക്കിയ ശേഷം നമുക്ക് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, ഞാൻ ഇതുപോലുള്ളതാണ് കേട്ടോ വാങ്ങിച്ചിട്ട്. ഇതിനകത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരെണ്ണത്തിൽ 10 എണ്ണം വരും. ഇതേപോലെ അടപ്പം ആയിട്ട് കൊടുക്കണം. ഇങ്ങനെ വരും. അതിന് നമുക്ക് അടപ്പം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ആഹാരം കൊടുക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ അറിയാതാണെങ്കിൽ പോലും നമ്മളൊക്കെ ആഹാരം വേസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പാവങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം പോലും ആഹാരം കഴിക്കാനില്ലാത്തവരെയാണെന്ന് പറയാറുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുത്തുവിടുക? പ്രത്യേകിച്ച് എനിക്ക് ഇത്രയും സന്തോഷം. ഇപ്പോൾ കടയിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പറഞ്ഞ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും നമുക്ക്. ബിരിയാണിയിൽ ചേർക്കുന്ന നെയ്യ് വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഒരുക്കിയതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, നിങ്ങളപ്പം മനസ്സ് വിചാരിക്കും കുട്ടി അങ്ങോട്ട് തള്ളി മറിക്കുക. അല്ല കേട്ടോ, എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ ഒരുക്കിയ നെയ്യാണ്. ഈ നെയ്യ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാം ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. ഞാൻ ഭയങ്കര ഫേമസ് യൂട്യൂബറൊക്കെ ആയിരുന്നെങ്കിലേ ഇപ്പോൾ ട്രോളർമാരെൻ്റെ വീഡിയോ എടുത്തിട്ട്
ഈ ഈദിന് റോസ് ഷെഫി ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വൈറലായന. പുതിയതായിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യണം. റോസ് ഷെഫി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. റോസ് ഷെഫിയോ? അപ്പോൾ എൻ്റെ പേര്, യഥാർത്ഥ പേരെന്താണ്? എൻ്റെ പേര് റോസ്ന എന്നാണ്. ഷെഫീഖ് ഹസ്ബൻഡിൻ്റെ പേരാണ്. അത് നമ്മൾ ചുരുക്കിയിട്ട് റോസ് ഷെഫി എന്നിട്ടതാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് ജാർഖണ്ഡിലാണ്. അപ്പോൾ ഞങ്ങൾ കരുതും, എൻ്റെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുള്ളവർ കരുതും ഈ പിന്നെന്തിനാ എല്ലാ വീഡിയോയിലും ഞങ്ങൾ ജാർഖണ്ഡിലാണ് ഇല്ല, അങ്ങനെയല്ല. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഈദ് മുബാറക്. ഈദ് മുബാറക്. കാഷ്യൂനട്ടും കിസ്മിസും ഉള്ളിയും ഒക്കെ നമ്മൾ വറുത്ത് വെച്ചു. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. ഈ ഒരു ചെലവത്തിലാണ് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ വലിയ ചെലവ് എൻ്റെ ഇല്ല. ഏറ്റവും ഉള്ളതിൽ ഏറ്റവും വലിയ ചെലവേ ഉള്ളൂ. അപ്പം നോക്കട്ടെ എത്രത്തോളം എടുക്കുള്ളൂന്ന്. ആദ്യം നമുക്ക് പാത്രത്തിലടി കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. നമുക്ക് സെറ്റ് ചെയ്തു, മസാലയൊക്കെ സെറ്റ് ചെയ്തു. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. നമ്മൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയെടുത്ത കേട്ടോ. കുറച്ച് റൈസിനെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കിസ്മിസ്, കാഷ്യൂനട്ട്, പിന്നെ വറുത്ത് വെച്ച ഉള്ളി നല്ല മുരുമുരായി കേട്ടോ. നല്ല മുരുമുരായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ലെയറും വേഗം സെറ്റ് ചെയ്തെടുക്കാം. സമയമില്ല, വേഗം റെഡിയാക്കണം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെക്കണം. ബിരിയാണി സെറ്റായി, നമുക്ക് പാക്ക് ചെയ്യാം. ഇത് നമുക്ക് സ്ഥലം മാറ്റിയേക്കാം. നമ്മുടെ ആദ്യത്തെ പൊതി എടുത്ത് വെച്ചു. അതേപോലെ നമുക്ക് എല്ലാ പൊതിയിലും ആക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. ഇത്രയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കാമെന്ന് കരുതി 2 പൊതിയും കൂടെ പാക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം നമുക്കിനി കൊടുക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ കൊടുത്തു. ഇനിയും കൊടുക്കാനുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു. ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരുടെ പ്രൈവസി മാനിച്ച് നമ്മൾ ബാക്കി ആരുടെയും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് കുഞ്ഞുങ്ങളുടെ ആ ഒരു നമ്മൾ ചെന്ന് കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷമുണ്ടല്ലോ നമ്മൾ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഉള്ളത്, ആ ഒരു മൊമെൻറ്റ് മാത്രമേ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തുള്ളൂ. ബാക്കിയൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഹലോ കുർത്ത ബോസ്. അങ്ങനെ നമ്മൾ പോയി എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മളവിടെ പ്രൈവസി വാങ്ങിച്ചാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. വലിയവരുടെ ആരുടെയും നമ്മൾ എടുത്തിട്ടില്ല. കുറേ മുത്തശ്ശിമാർക്ക് നമ്മൾ കൊടുത്തു. പിന്നെ ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളുമായിട്ട് പൊരി വെയിലത്ത് അവർക്ക് കൊടുത്തു. പിന്നെ 2 കുഞ്ഞു മക്കൾക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരുടെയും ആ മനസ്സ് നിറയുന്നത് നമുക്ക് അവരുടെ കണ്ണിലൂടെ കാണാമല്ലോ. അത് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല. 2 കുഞ്ഞു മക്കളുടെ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അവർ മാത്രമായിട്ടിരുന്നുണ്ട്. അവരുടെ കൂടെ വലിയവരൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ എടുക്കില്ലായിരുന്നു. ഇതിപ്പോൾ പൊടി മക്കൾ മാത്രം കളിച്ചുകൊണ്ട് നിന്നപ്പം നമ്മൾ കൊണ്ട് കൊടുത്തപ്പോൾ എടുത്തതാണ്. അല്ലാതെ വേറെ ആരുടെയും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഇതേപോലെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മടിക്കണ്ട, നിങ്ങളും ചെയ്തോളൂ. ഒരു നേരത്തെ ആഹാരം അത് വലിയ പുണ്യമാണ്. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. ഭയങ്കര സന്തോഷമുണ്ട്. ഇനി നമുക്ക് കുറച്ച് വീട്ടിലൊക്കെ പോകണം. നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പെരുന്നാളിന്. അപ്പോൾ അവിടെയൊക്കെ പോകണം. അപ്പോൾ നമ്മുടെ പെരുന്നാൾ കൂടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു കാര്യം ഇനി ഫുഡ് കഴിക്കട്ടെ. ഞങ്ങൾ കഴിച്ചില്ല. കഴിക്കുന്നതിന് മുന്നേ അവർക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് വന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇനി കഴിക്കട്ടെ കേട്ടോ. ഇനി ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ കോടി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ജസ്റ്റ് ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ സിറമാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് വൈറ്റമിൻ C + ഹൈലറോണിക് ആസിഡാണ്. 2-in-1 മേക്കപ്പ് പ്ലസ് സ്കിൻ കെയർ, ഇൻവിസിബിൾ നാച്ചുറൽ ഫിനിഷ്, സ്യൂട്ട്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. ടിൻറ്റഡ് സൺസ്ക്രീൻ സീറം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് മാത്രം മതി, ഒരു ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. റെഡിയായിട്ട് പിന്നെ കുറച്ച് ഷോ കാണിക്കണമല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ 4 പേരും കൂടി. അതിനുശേഷം നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്. ये समझ रहे इसका एक किचन के वो पहले से मिला हुआ है ना, इसीलिए उससे कलर लिख तुम घर आ गया था इन लोगों के पास। हम आ रहे थे। हाँ तो लेकर मुझे मिठू को दो। आज सबसे बड़ा चीज सीखा ना, अल्लाह का नाम। ഈ വീട്ടിലെത്തി ഞങ്ങൾ തത്തയൊക്കെ കളിപ്പിച്ചു. കുറേ നേരം ഇരുന്നു, ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇന്ന് ഞങ്ങൾ നേരെ അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഞങ്ങൾ അടുത്ത വീട്ടിലെത്തി. ഇവിടെ കുറേ നേരം ഇരുന്ന് ഏകദേശം 1 മണിയോളം ഞങ്ങൾ അവിടെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഈദ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വ്ലോഗ്സുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം റോസ്. അഗൈൻ ഈദ് മുബാറക്. അപ്പം നമുക്ക് വീണ്ടും വേറൊരു വ്ലോഗിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം റോസ്. ബൈ ബൈ, ടേക്ക് കെയർ.